അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. കുഞ്ഞളിയാ, ഇടിച്ചിട്ടത് പ്രഭാവതിയാ. പ്രഭാവതി മരിക്കണമെന്ന് ആർക്കാ എത്ര നിർബന്ധം? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ആള് തന്നെയായിരിക്കും ഇവിടെയും കയറിയത്. ആയിരിക്കും. അതാരാണെന്ന തീരുമാനത്തിലെത്തണമെങ്കിൽ ഇവിടെ കീ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്താ നോക്കുന്നേ? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് കീ എവിടെ? ഏത് കീ? എന്റെ കാറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ. സത്യം പറ, നീ അടുത്ത് ആർക്കാ കൊടുത്തത്? സിദ്ധുണ്ട്. എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ എന്തിനാ സിദ്ധുണ്ട് കാറിന്റെ കീ എടുക്കുന്നേ? എന്നെ കൊടുക്കാൻ അതിലും നല്ലൊരു മാർഗം ഇല്ലല്ലോ. മാർക്ക് തട്ടിപ്പ് കേസിലെ പ്രതി, കൊള്ള പലിശക്കാരി, കൊലയാളി, ഇവരൊക്കെയല്ലേ നിന്റെ കൂട്ടുകാര്? ഇതല്ല, ഇതിനപ്പുറം നീ ചിന്തിക്കും. എനിക്കറിയില്ല. ഞാൻ ആ കീ എടുത്തിട്ടുമില്ല. പിന്നെ അത് എവിടെ പോയി? അതെങ്ങനെ എനിക്കറിയാം? ഞാനൊരു പരാതി കൊടുക്കാൻ പോവാ. പോലീസ് വന്ന് അന്വേഷിക്കട്ടെ. അപ്പൊ പറയുമല്ലോ സത്യം. എന്റെ പൊന്നു സിദ്ധോട്ട, അവിടെയാണ് കീ വെച്ചതെങ്കിൽ അത് അവിടെ തന്നെ കാണും. ശരിക്കൊന്ന് നോക്കിയാ മതി. എന്നാലേ നീ ഒന്ന് എടുത്തതാ. ഇതാണോ കീ? ഇപ്പൊ ഇത് എവിടെ കിട്ടി? ഞാൻ ശൂന്യതയെന്ന് വരുത്തി. ഇപ്പം മനസ്സിലായില്ലേ സിദ്ധോട്ട വിചാരിക്കുന്നത് മുഴുവൻ വെറും മണ്ടത്തരങ്ങളാണെന്ന്? ഓ, എന്റെ നല്ല കാലത്തിന് ഈ കീപ്പ് എവിടുന്ന് കിട്ടിയത്? എങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ കഥ കഴിക്കുമായിരുന്നില്ലേ സിദ്ധോട്ടൻ? ശരിയാ, മാർക്ക് തട്ടിപ്പ് കേസിലെ പ്രതിയും കൊള്ളപ്പലിശക്കാരും കൊലയാളിയൊക്കെ തന്നെയാ എന്റെ കൂട്ടുകാര്. പക്ഷെ ഞാൻ ഒരിക്കലും സിദ്ധോടിന് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല. സിദ്ധോടൻ അങ്ങനെയല്ല. ഇവരുമായിട്ട് കൂട്ടില്ലെങ്കിലും എനിക്കെതിരായിട്ടാ ഓരോന്ന് ചെയ്യുന്ന. ഞാൻ എന്ത് ചെയ്തു? എന്നെ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുൻപ് ആ ദേവികയായിട്ട് ബന്ധം സ്ഥാപിച്ചില്ലേ? എന്നിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കിയില്ലേ? മാർക്ക് തട്ടിപ്പ് കേസിലെ പ്രതി ഉള്ളതുകൊണ്ടല്ലേ സിദ്ധോട്ടന് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കിട്ടിയത്. ഇനിയെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് നല്ലോണം ഒന്ന് ചിന്തിക്കും. എന്നിട്ട് മതി എന്നെ കുറ്റപ്പെടുത്തുന്നത്. സോറി. പറയാനുള്ള ചീത്ത മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി എന്തിനാ സോറി പറയുന്നേ? എനിക്ക് ആ സോറി ആവശ്യമില്ല.